ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സഹകരണ ബാങ്കുകളെ ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് രാജ്യത്ത് നാളെ തുടക്കം. വിരവിമുക്ത ദിനത്തോടനുബന്ധിച്ച് നാളെ എല്ലാ കുട്ടികളും വിരനശീകരണ ഗുളികകൾ കഴിച്ചതായി മാതാപിതാക്കൾ ഉറപ്പുവരുത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വയനാട്ടിൽ ആദിവാസി കുടുംബങ്ങളെ ബലമായി ഒഴിപ്പിച്ച സംഭവത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ബോർഡർ ഗാവസ്കർ ട്രോഫി ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 295 റൺസിന്റെ മിന്നും ജയം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഭാവി വികസനത്തിൽ സഹകരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICA ആഗോള സഹകരണ ഉച്ചകോടി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയെ സംബന്ധിച്ച് സഹകരണ പ്രസ്ഥാനം ഒരു മാതൃക മാത്രമല്ല, സംസ്കാരത്തിന്റെ അടിത്തറയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ സഹകരണ ബാങ്കുകളെ ശാക്തീകരിക്കുന്നതിന് നിരവധി പരിഷ്കാരങ്ങളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. बीते सालों में हमने कोऑपरेटिव बैंकिंग सेक्टर को भी मजबूत बनाया है, उनमें रिफॉर्म्स लाए हैं. आज देश भर में करीब 12 लाख करोड़ रुपए 12 ट्रिलियन रुपीज कोऑपरेटिव बैंकों में जमा है. कोऑपरेटिव बैंकों को मजबूत करने के लिए, उन पर भरोसा बढ़ाने के लिए हमारी सरकार ने अनेक रिफॉर्म्स किए. 2025 അന്താരാഷ്ട്ര സഹകരണ വർഷത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ സ്റ്റാമ്പും പ്രധാനമന്ത്രി ചടങ്ങിൽ പുറത്തിറക്കി. ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെ, ഫിജി ഉപപ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അദാനി ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണം, മണിപ്പൂർ വിഷയം തുടങ്ങിയവ ഉയർത്തിയാണ് പ്രതിപക്ഷം ഇന്ന് രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിഷേധിച്ചത്. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സഭാധ്യക്ഷൻ ജഗദീപ് ധൻകർ നിരാകരിച്ചു. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ വിഷയം സഭയിൽ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും പ്രസംഗത്തിന് അനുമതി ലഭിച്ചില്ല. തുടർന്ന് 11:45 വരെ നിർത്തിവച്ച രാജ്യസഭ വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ലോക്സഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിയത്. 12 മണിവരെ നിർത്തിവച്ച സഭ പിന്നീട് ആരംഭിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് വേഗത്തിൽ പിരിഞ്ഞു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നാളെ തുടക്കമാവും. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത്. ന്യൂഡൽഹിയിലെ സംവിധാൻ ഭവനിൽ നാളെ നടക്കുന്ന ആഘോഷ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യും. ഹമാര സംവിധാൻ ഹമാര സ്വാഭിമാൻ എന്ന പേരിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്നത്. ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും നാളെ വിപുലമായ പരിപാടികൾ. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ നാളെ തിരുവനന്തപുരത്ത് 500ഓളം മേര യുവ ഭാരത് വാളണ്ടിയർമാർ അണിനിരക്കുന്ന പദയാത്ര സംഘടിപ്പിക്കും. കവടിയാർ വിവേകാനന്ദ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നാരംഭിക്കുന്ന പദയാത്ര നിയമസഭാ പരിസരത്ത് അവസാനിക്കും. തുടർന്ന് ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഭരണഘടനയുടെ ആമുഖം വായിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി നിയമസഭാ ലൈബ്രറിയിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും സ്പീക്കർ നിർവഹിക്കും. കുട്ടികളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന വിരബാധയ്ക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വിരവിമുക്ത ദിനമായ നാളെ വിദ്യാലയങ്ങളിലും അങ്കണവാടികളിലും കുട്ടികൾക്ക് വിരഗുളിക നൽകണമെന്നും ഏതെങ്കിലും കാരണത്താൽ നാളെ ലഭിക്കാത്ത കുട്ടികൾക്ക് ഡിസംബർ 3-ന് ഗുളിക നൽകുമെന്നും മന്ത്രി അറിയിച്ചു. 6 മാസത്തെ ഇടവേളകളിലായി വർഷത്തിൽ 2 പ്രാവശ്യം വിരനശീകരണത്തിനുള്ള ഗുളിക നൽകേണ്ടതാണ്. വിരനശീകരണ ഗുളികകൾ എല്ലാ കുട്ടികളും കഴിച്ചുവെന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണമെന്നും ആരോഗ്യമന്ത്രി അഭ്യർത്ഥിച്ചു. വയനാട് തോൽപ്പെട്ടി കൊള്ളിമൂല ആദിവാസി സെറ്റിൽമെന്റിൽ നിന്നും ആദിവാസികളെ ബലമായി ഒഴിപ്പിച്ച സംഭവത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ പ്രതിഷേധിച്ച് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ കുത്തിയിരിപ്പ് സമരം തുടരുകയാണ്.
ബേഗൂരിൽ 3 കുടുംബങ്ങൾ 16 വർഷമായി താമസിക്കുന്ന കുടിലുകൾ പൊളിച്ചുമാറ്റിയതായാണ് പരാതി. മറ്റൊരു സ്ഥലത്ത് വീട് മാറ്റിവെച്ച് തരാം എന്ന നിബന്ധനയോടെയാണ് വീട് പൊളിച്ചതെങ്കിലും പകരം മാർഗ്ഗങ്ങൾ ഒരുക്കിയിരുന്നില്ലെന്ന് കുടുംബങ്ങൾ ആരോപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിലെ വ്യാവസായിക മുന്നേറ്റത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള പരിപാടികൾ ആവിഷ്കരിക്കണമെന്നും സംരംഭങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തലശ്ശേരി നഗരസഭയുടെ പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP സംസ്ഥാന അധ്യക്ഷനായി താൻ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി കേന്ദ്ര നേതൃത്വമാണെന്ന് കെ സുരേന്ദ്രൻ. ഇതിൽ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടത്തിന്റെ കാര്യമില്ലെന്നും അദ്ദേഹം കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പിഴവുണ്ടായിട്ടില്ലെന്നും അടിസ്ഥാന വോട്ടുകൾ അല്ലാത്തവ എന്തുകൊണ്ട് ലഭിച്ചില്ലെന്ന് പരിശോധിക്കുമെന്നും ശ്രീ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. മരം മുറിക്കാനായി റോഡിന് കുറുകെ കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി യുവാവ് മരിച്ച സംഭവത്തിൽ തിരുവല്ല പോലീസ് കരാറുകാരനെ അറസ്റ്റ് ചെയ്തു. മുത്തൂർ ഗവൺമെന്റ് UP സ്കൂൾ വളപ്പിലെ മരം മുറിക്കുന്നതിന് വേണ്ടി റോഡിൽ കുറുകെ കെട്ടിയ പ്ലാസ്റ്റിക് കയറിൽ കുരുങ്ങി തകഴി സ്വദേശി സിയാദാണ് മരിച്ചത്. മുന്നറിയിപ്പ് ബോർഡ് വയ്ക്കുകയോ ഗതാഗതം നിയന്ത്രിക്കുകയോ ചെയ്യാതിരുന്നതാണ് അപകടത്തിലേക്ക് നയിച്ചത്. ശബരിമലയിൽ മണ്ഡലകാലത്ത് ഇതുവരെ 7,27,716 തീർത്ഥാടകർ ദർശനം നടത്തിയതായി കണക്കുകൾ. ഇന്ന് 51,238 പേർ വെർച്വൽ ക്യൂ വഴിയും 8,619 പേർ തത്സമയ ബുക്കിംഗ് മുഖേനയും ദർശനം നടത്തി. അടുത്ത മാസം 7 വരെ വെർച്വൽ ക്യൂ ബുക്കിംഗ് എല്ലാ ദിനവും 70,000 പൂർത്തിയായിട്ടുണ്ട്. മണ്ഡലകാലത്ത് ശബരിമല അന്നദാന മണ്ഡപത്തിൽ തിരക്കേറുന്നു. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലുള്ള അന്നദാന മണ്ഡപത്തിൽ രാവിലെ 6 മുതൽ 3 നേരത്തെ ഭക്ഷണമാണ് നൽകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിലെത്തുന്ന തീർത്ഥാടകർക്ക് രാവിലെ 6 മുതൽ 11 വരെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് 12 മുതൽ 3:30 വരെ ഉച്ചഭക്ഷണവും ലഭിക്കും. പുലാവും കറിയുമാണ് ഉച്ചഭക്ഷണം. രാത്രി 6:30 മുതൽ ഭക്തരുടെ തിരക്ക് അവസാനിക്കുന്നതുവരെ അത്താഴവും നൽകുന്നുണ്ട്. 50 സ്ഥിരം തൊഴിലാളികൾ ഉൾപ്പെടെ 250 പേരാണ് ഇവിടെ ഭക്ഷണം തയ്യാറാക്കാനായി ഉള്ളത്. ഒരേ സമയം 1000 പേർക്ക് ആഹാരം കഴിക്കാവുന്ന തരത്തിലാണ് ഊട്ടുപുര ഒരുക്കിയിട്ടുള്ളതെങ്കിലും തിരക്ക് കൂടുന്നതിനനുസരിച്ച് 2500 പേരെ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ഊട്ടുപുര ക്രമീകരിക്കാൻ കഴിയും. എം മുകുന്ദന്റെ മയ്യഴി പുഴയുടെ തീരങ്ങളിൽ നോവലിന്റെ 50ാം വാർഷികാഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മയ്യഴിയിൽ ഉദ്ഘാടനം ചെയ്തു. ചെറുപ്രായത്തിൽ തന്നെ എം മുകുന്ദന് മാസ്റ്റർ പീസ് എഴുതാനായത് വലിയ കാര്യമാണെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. സാധാരണക്കാരന് വേണ്ടിയാണ് എം മുകുന്ദൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പെർത്തിൽ നടന്ന ബോർഡർ ഗാവസ്കർ ട്രോഫി 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 295 റൺസിന്റെ മിന്നും ജയം. ഇന്ത്യ ഉയർത്തിയ 534 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിംഗ്സ് 238 റൺസിന് അവസാനിച്ചു. ഇതോടെ 5 മത്സര പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. ഇന്ത്യയ്ക്ക് വേണ്ടി ടെസ്റ്റിൽ 8 വിക്കറ്റ് വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയാണ് കളിയിലെ താരം. രണ്ടാം ടെസ്റ്റ് അടുത്ത മാസം 6-ന് ഓവലിൽ നടക്കും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 29 വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 993 പോയിന്റ് ഉയർന്ന് 80,110-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 315 പോയിന്റ് നേട്ടത്തിൽ 24,222-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സഹകരണ ബാങ്കുകളെ ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് രാജ്യത്ത് നാളെ തുടക്കം. വിരവിമുക്ത ദിനത്തോടനുബന്ധിച്ച് നാളെ വിരനശീകരണ ഗുളികകൾ എല്ലാ കുട്ടികളും കഴിച്ചതായി മാതാപിതാക്കൾ ഉറപ്പുവരുത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വയനാട്ടിൽ ആദിവാസി കുടുംബങ്ങളെ ബലമായി ഒഴിപ്പിച്ച സംഭവത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ബോർഡർ ഗാവസ്കർ ട്രോഫി 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 295 റൺസിന്റെ മിന്നും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.